50 സെന്റ് പടവലം വിളയിച്ച് യുവ കർഷകൻ. ഭരണിക്കാവ് സ്വദേശി ബാബുവാണ് തന്റെ ജോലിയുടെ ഇടവേളയിൽ പടവലം കൃഷി ചെയ്തത്. അത്യുൽപാദന ശേഷിയുള്ള ചീയത്തായി ബേബി എന്നയിനം വിത്താണ് കൃഷിക്കായി ഉപയോഗിച്ചത്. പടവലം കൃഷിയിൽ മികച്ച വിളവ് നേടി താരമായിരിക്കുകയാണ് ചെത്തുതൊഴിലാളിയും കർഷകനുമായ ബാബു. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിലാണ് ബാബുവിന്റെ താമസം. വാർഡിലെ അംഗൻവാടിക്ക് സമീപത്തെ തെക്കേനേഴി വയലിലെ 50 സെന്റ് നിലത്താണ് പടവലം കൃഷി നടത്തിയിരിക്കുന്നത്. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്നതിനായി ആവിഷ്കരിച്ച കൃഷി വികസന പദ്ധതിയിലാണ് ബാബു പടവലം കൃഷി നടത്തിയത്. യാതൊരുവിധ കീടനാശിനിയും ഉപയോഗിക്കാതെ പൂർണ്ണമായും ജൈവ കാർഷിക രീതിയാണ് ഉപയോഗിച്ചത്. ചീയത്തായി എന്ന് പറയുന്നത് എന്നാണ് അതിൻ്റെ പേര്. ഇത് ഹോർട്ടിക്കൾച്ചറിൻ്റെ കടകളിൽ നിന്ന് വാങ്ങിച്ച് നട്ട് കിളിപ്പിച്ച് പിന്നെ പൂർണ്ണമായിട്ടും ജൈവവളത്തിലാണ് ഇത് ചെയ്യുന്നത്. ഗോമൂത്രം, ചാണകം, അതുപോലെ ചീമക്കൊന്നയുടെ ചവറ്, പിന്നെ അല്ലാതുള്ള ജൈവവളമൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് മരുന്നടിക്കണ്ട, അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. കീടനാശിനി പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്നൊരു കൃഷിയാണ് ഈ ചീയത്തായി പടവലം. ഇതിന് ഒരു 1.5 കിലോ കൂടുതൽ ഇതിൻ്റെ വെയിറ്റ് തൂക്കം വരുന്നില്ല. പിന്നെ ഇതിപ്പോൾ ചെറുതായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ചൂട് കടുത്തതിൻ്റെ പേരിലാണ്. ചെത്തുതൊഴിലാളിയായ ബാബു ജോലിയിലെ ഇടവേളയാണ് പടവലം കൃഷിക്കായി വിനിയോഗിക്കുന്നത്. ചാണകം, ഗോമൂത്രം, പച്ചില കമ്പോസ്റ്റ് എന്നിവയാണ് പ്രധാന വളപ്രയോഗ രീതി. നീളം കുറഞ്ഞതും അത്യുൽപാദന ശേഷിയുള്ളതുമായ ചീയത്തായി ബേബി എന്ന ഇനം പടവലമാണ് ബാബു കൃഷിക്കായി തെരഞ്ഞെടുത്തത്. 1.5 കിലോ തൂക്കം വരുന്ന ചീയത്തായി പടവലം രുചിയേറിയതും ഗുണമേന്മ ഏറിയതുമാണ്. കൃഷിയിടത്തിലും വിപണിയിലുമായാണ് പടവലം വിറ്റഴിക്കുന്നത്. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AM ഹാഷിർ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളെ പരിചരിക്കുന്നത് പോലെ പരിചരിച്ച് കൊണ്ടുവന്നാണ് ഇത്രയും വിളവെടുക്കാനുള്ള അവസരം ഒരുക്കിയത്. എല്ലാവിധ അഭിനന്ദനവും ആ കുടുംബത്തിനും ഈ പ്രദേശത്തെ ഗംഗാരസാര സ്ഥലം വിട്ടു നൽകിയതിനുള്ള അഭിനന്ദനവും നൽകിക്കൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ അധ്യക്ഷത വഹിച്ചു. ധാരാളം പേർ നെൽകൃഷിയായിട്ട് ബന്ധപ്പെട്ടായാലും വാഴകൃഷിയും പച്ചക്കറികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിരവധി കർഷകർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇന്നിവിടെ ഇത്രയും സ്ഥലം നമുക്കറിയാം, ഈ ചൂട് കാലത്ത് വെള്ളത്തിനൊക്കെ തന്നെ വളരെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്തും ഇത് എത്രയോ നാളുകൾ, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 മാസമായിട്ട് ഇതിൻ്റെ പുറകിൽ തന്നെ അദ്ദേഹം ഉണ്ട്. ഓരോ ദിവസവും ഇതിന് പന്തൽ കെട്ടുന്നതിൻ്റെ ഭാഗമായിട്ടും അതിന് വളത്തിൻ്റെയൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ രാവിലെയും വൈകിട്ടും ഒക്കെ തന്നെ ധാരാളം സമയം ചെലവെടുത്തുകൊണ്ടാണ് ഈ കൃഷിഭൂമിയിൽ ഇത്തരത്തിലുള്ള ഒരു കൃഷിയോഗ്യമാക്കിയും. കൃഷി ഓഫീസർ പൂജ വി നായർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ തമ്പി, ഷൈജു, ശൈലജ ഹാരിസ്, ശാലിനി, റഹിയാനത്ത്, CDS ചെയർപേഴ്സൺ വസന്ത രമേശ്, ശുഭ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.